ഹലോ വെൽക്കം ബാക്ക് ടു എ യൂട്യൂബ് ചാനൽ പൊന്നുണ്ണി വ്ളോഗ്സ്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നല്ല, പെട്ടെന്ന് മുടി തഴച്ച് വളരാനുള്ള ഒരു ഹെർബൽ ഹെയർ ഓയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ല ശുദ്ധമായി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. ഇനി എണ്ണ കാച്ചാൻ ഇതിലോട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്പരത്തിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു പിടി തുളസി കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അലോവേരയാണ്. കറ്റാർ വാഴ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു യെല്ലോ ഫ്ലൂയിഡ് ഉണ്ടാവും. അത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവ പ്രോട്ടീൻ റിച്ച് ആണ്. ഇനി ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കറിവേപ്പിലയും സവാളയും. 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എണ്ണ കാച്ചാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായി കറിവേപ്പിലയും തുളസിയൊക്കെ നമുക്കൊന്ന് പിച്ചെടുക്കാം. ചെമ്പരത്തിയൊക്കെ ഇതൾ മാറ്റി വെച്ചിട്ടുണ്ട്. കറ്റാർ വാഴ സൈഡിലെ മുള്ളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. നന്നായി തൊലിയൊക്കെ പോക്കിയിട്ട് അരിഞ്ഞെടുക്കാം. 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉള്ളിയുടെ നീര് നമ്മുടെ തലയ്ക്ക് നല്ലതാണ്. സ്കാൽപ്പൊക്കെ ക്ലീൻ ആവാനും പുതിയ മുടികൾ വളരാനും നല്ലതാണ്. ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഉള്ളിയും ചെമ്പരത്തിയും കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ മിക്സീൻ്റെ ജാറിൽ നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം കറ്റാർ വാഴയും തുളസിയിലയും കറിവേപ്പിലേൻ്റെ ഇലയും പിന്നെ ബാക്കിയുള്ള ഉലുവയും കൂടി ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അരഞ്ഞു കിട്ടും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മതി. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇരുമ്പ് ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായി ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ കൂട്ടൊക്കെ ഒന്ന് നന്നായി മിക്സ് ആവണം. 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെയാണ് സമയം എടുത്തിരിക്കുന്നത്. ഇനി ഈ പതയൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഈ പരിവാണ് നമുക്ക് കിട്ടുക. ലാസ്റ്റ് പതയൊക്കെ പോകുമ്പോഴാണ് എണ്ണ റെഡിയായി എന്നറിയുക. അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. അധികം കറക്കാൻ നിൽക്കരുത്. ഏകദേശം ഒരു പച്ച കളറായിട്ട് ആണ് വെളിച്ചെണ്ണ കിട്ടുക. അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു തരിപ്പ വെച്ച് അരിച്ച് പാത്രത്തിലാക്കാം. മുടി നന്നായി തഴച്ചു വളരാനും അകാല നര വരാതിരിക്കാനും ഉപയോഗപ്രദമാണ് ഈ എണ്ണ. അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.